നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്റെ കുട്ടികളുടെ എന്റെ കുട്ടിത്തോട്ടം എന്ന മട്ടുപ്പാവ് കൃഷി അതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കറിയാം, കുട്ടികളുടെ കൃഷിയാണിപ്പോൾ എന്റെ വീട്ടിലെ മട്ടുപ്പാവിൽ നടക്കുന്നത്. ഫരീദയുടെയും ഫാദിയയുടെയും എന്റെ കുട്ടിത്തോട്ടം എന്നാണ് ആ കൃഷിക്ക് ഇപ്പോൾ ഇത്തവണ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആദ്യം തന്നെ ഒരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്, എന്റെ കുട്ടികളുടെ എന്റെ കുട്ടിത്തോട്ടം എന്ന് പറയുന്ന ഈ കൃഷിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിളവെടുപ്പും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അവരുടെ യൂട്യൂബ് ചാനലായ ഗ്രീനർ താലപ്പി എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അത് മറ്റൊന്നിനുമല്ല, അവരുടെ പ്രായക്കാരായ കുട്ടികൾ കൃഷി എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കൃഷി വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുഞ്ഞുങ്ങളുടെ അഭാവത്തില് കുഞ്ഞുങ്ങളുടെ കൃഷിത്തോട്ടത്തില് ഇന്ന് തക്കാളി വിളവെടുപ്പാണ്. മറ്റെല്ലാ വിളവെടുപ്പും പച്ചമുളക്, വെണ്ട അടക്കമുള്ള വിളവെടുപ്പ് നിങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് കാണാം, ഇവിടെ തക്കാളി കൊലകൊലയായിട്ട് പഴുത്ത് നിപ്പുണ്ട്, പച്ചയും ഒരുപാട് നിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ തക്കാളി കൃഷിയാണ് ഇപ്പൊ നടത്താൻ പോകുന്നത്. അതിന് കൃഷിയുടെ വിളവെടുപ്പാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ പറിച്ചു തുടങ്ങിയാണ്. അപ്പോൾ നേരെ കൂടുതൽ സംസാരമില്ല, നേരെ വിളവെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ തക്കാളി പിടിച്ച് നിൽപ്പുണ്ട്. തക്കാളിയുടെ വെയിറ്റ് കൊണ്ട് കമ്പൊക്കെ ഇത് കണ്ടല്ലേ, വേറെ കമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല വെയിറ്റ് ആണെല്ലാം. അപ്പോ എല്ലാം പഴുത്തതെല്ലാം പറിച്ചൊക്കെയാണ്. കാര്യം അത്രയും വെയിറ്റ് അതിനത് കുറഞ്ഞു കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പറിക്കുന്നത്. നല്ല അടിപൊളി തക്കാളി. സത്യത്തിൽ ഇന്ന് കുട്ടികൾ വിളവെടുക്കേണ്ടതാണ്. പക്ഷെ അവരിന്ന് എന്താ പറയുക, ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ അവർ വരും, താമസിക്കും. അപ്പൊ ഇവിടത്തേക്ക് നമ്മളെ കുട്ടിത്തോട്ടത്തിൽ ഇരുട്ട് വീഴും. അപ്പോ നാളെ ആവുമ്പോൾ ഈ തക്കാളി എല്ലാം ശരിക്കും അങ്ങ് പഴുത്തു പോകും. അത് കാരണം ഇന്നേ പറിച്ച് എടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളിയാണ്. അടുത്ത മരത്തിലേക്ക് പോവാം. ഇപ്പൊ തന്നെ ഒരു മുറം നിറയാറായി. അധികം പഴുത്തത് മാത്രമേ പറിക്കുന്നുള്ളൂ. നല്ലവണ്ണം പഴുത്തത് മാത്രമേ ഇപ്പൊ പറിക്കുന്നുള്ളൂ. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ ഇത്ര ഒരു മുറം തക്കാളി ഇപ്പോ പറിച്ചിട്ടുണ്ട്. ഏകദേശം 2-2.5 കിലോ മേളിൽ ഇപ്പോൾ തന്നെ നാടൻ തക്കാളി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോ നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ ഈ തക്കാളി ഒന്ന് കഴിച്ചു കാണിക്കുകയാണ്. കാര്യം ഇതിനകത്ത് ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. തീർത്തും ജൈവികമായി തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. കഴുക പോലും ചെയ്യുന്നില്ല, കഴിക്കുകയാണ്. ആഹാ, അടിപൊളി തക്കാളി. നല്ല മധുരം, നല്ല പുളി എല്ലാം ഉണ്ട്. സൂപ്പർ തക്കാളി. ദശയുണ്ടല്ലേ, ലാവിഷ് ദശയുണ്ട് ഇതിനകത്ത്, ഒത്തിരി ദശയുണ്ട്. അപ്പൊ കൊള്ളാം. ഇതുപോലെ തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സുഖമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ ഈ കുട്ടിത്തോട്ടം പോലെയുള്ള അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടമെങ്കിലും വീട്ടിൽ ചെയ്യുക. ഒരു 5-10 തൈകൾ വെച്ചിട്ടാണെങ്കിലും ശരി. ജൈവ കൃഷി നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ചെയ്യുക. മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇത് മറ്റൊരു വിധത്തിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോകൾ ഇടുന്നത്. തീർച്ചയായും നമ്മുടെ മലയാളികൾക്ക് ജൈവ കൃഷി ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വീഡിയോകളിട്ട് നിങ്ങളെയൊക്കെ കാണിക്കുന്നത്. തീർച്ചയായും വീട്ടിൽ വിളയിച്ചെടുക്കുന്ന പൊന്ന് എന്ന് തന്നെ പറയാം ഈ
വിളകളെല്ലാം തന്നെ. അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും ഈ വീഡിയോ കാണുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗ്രീൻ എർത്ത് യൂട്യൂബ് ചാനലിന്റെ 1000 ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.